നിലീന ദാ വരുന്നു. ആ പപ്പ ഇരുന്നോ? ഇത്തവണ സ്കൂളൊന്നും തുറക്കണ മട്ടില്ല അല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെ പോണു മോളെ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റണ്ട? കുഴപ്പമില്ല പപ്പ, ക്ലാസ് ഒക്കെ നന്നായി പോകുന്നുണ്ട്. എന്ത് പഠിപ്പ്? ഈ മൊബൈലും തോണ്ടി ഓരോരോ കളികള്, അല്ലാണ്ട് എന്താ? എൻ്റെ മോളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. മോള് നന്നായിട്ട് പഠിച്ചോളും അല്ലേ മോളെ? പിന്നെ ആരണോ? ചിലപ്പോ രശ്മി ആയിരിക്കും. അവള് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഹലോ, നിലീന ഫെർണാണ്ടസ്? അതെ, ആരാ? ഞാൻ അരുൺ. ഓർക്കുന്നുണ്ടോ? നമ്മളൊരേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂൾ ലീഡറായിരുന്നു അരുൺ പീറ്റർ? ആ അതെ, ഞാൻ തന്നെ. അല്ല, എന്താ വിളിച്ചേ? വെറുതെ ഒന്ന് പരിചയം പുതുക്കാൻ. പിറ്റേ കൊല്ലം മുതൽ അരുണിനെ സ്കൂളിൽ കണ്ടില്ലല്ലോ. എനിക്ക് ആ സ്കൂളിൽ നിന്ന് പോരേണ്ടി വന്നു. വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നതേ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട് ഒഴിയേണ്ടി വന്നു. പിന്നെ കാട്ടൂരിലേക്ക് താമസം മാറ്റി. കഴിഞ്ഞ കൊല്ലം അപ്പം മരിച്ചു. ഇപ്പൊ വീട്ടിൽ ഞാനും അമ്മയും മാത്രം. അരുൺ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ചെയ്യുന്നു. എന്റെ നമ്പർ എങ്ങനെ കിട്ടി? ഓ, അതൊക്കെ കിട്ടി. ശരി നിലീന, ഞാൻ പിന്നെ വിളിക്കാം. ആ, എൻ്റെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവളെ വളച്ചെടുത്തു. ആദ്യം അവൾക്ക് എന്നെ മനസ്സിലായില്ല. ഇനി എന്താ പ്ലാൻ? ഇനി എന്താ, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണം. പിന്നെ അന്നേ അവളെൻ്റെ മനസ്സിൽ കയറിയതാ. അവളുടെ അപ്പൻ ഫെർണാണ്ടസ് ഒരു പണച്ചാക്ക. കാഞ്ഞ ബുദ്ധി തന്നെ. എടുത്തിയാട്ടൊന്നും വേണ്ട, കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിൽക്കാൻ മതി. ഈ സന്ധ്യാസമയത്ത് മോൻ എവിടേക്കാ? വീട്ടിലേക്ക്. എവിടെ പോയതാ? കൂട്ടുകാരെ കാണാൻ. എന്തേ? സന്ധ്യാപ്രാർത്ഥന ചൊല്ലേണ്ട സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണോ? മോനെ, നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും, തോന്നുമ്പോൾ വന്ന് കയറും. പഠിക്കാൻ പറഞ്ഞാൽ അതുമില്ല. ഒന്ന് നിർത്തുവോ ഈ പുരാണം പറത്തില്? ഞാൻ ഒന്ന് തിന്നോട്ടെ. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോവാ. ജോലിയോ? നിനക്ക് എന്ത് ജോലി കിട്ടാൻ? നീ ഇപ്പോൾ പഠിച്ചാൽ മതി. എനിക്കിപ്പോൾ ഒരു ചെറിയ ജോലി ഉണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കും കഴിയാൻ ഇപ്പോൾ അത് മതി. എൻ്റെ മോനെ, നന്നായി പഠിക്കാൻ നോക്കും.
ഹലോ. നിലിന, ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. എന്താ അരുൺ? എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. 2-3 ദിവസമായി കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ പൈസയൊന്നുമില്ല. കുറച്ച് പൈസ തന്ന് സഹായിക്കുമോ? കടായിട്ട് മതി. ആശുപത്രി പോവാനാ. അയ്യോ അരുൺ, എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ? നിലിന പ്ലീസ്. ഞാൻ പപ്പയോട് ചോദിച്ചു നോക്കട്ടെ. പപ്പ തരാതിരിക്കില്ല. വലിയ ഉപകാരം. ഞാൻ വിളിക്കാം. ഓക്കെ നിലിന, ഗുഡ് നൈറ്റ്. മോളെന്താ പറയണേ? അല്ല പപ്പ, അവൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാ. ഞാൻ കൊടുക്കാന്ന് വാക്ക് കൊടുത്തു. ദേ നിങ്ങൾക്കറിയോ, ഇവൾക്കിത് പതിവാ. ഓരോ കുട്ടികളെയും സഹായിക്കാനെന്നും പറഞ്ഞ് എൻ്റെയൊന്നും പൈസ വാങ്ങിക്കാറുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാ ഏതെങ്കിലും നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാൻ. അപ്പൊ ഇവക്ക് നിർബന്ധം മലയാളം സ്കൂളിൽ പഠിച്ചാൽ മതിന്ന്. ഒരു മദർ തെരേസ വന്നിരിക്കുന്നു. ആരോട് പറയാനാ? താളത്തിനൊത്ത് തുള്ളാൻ ഒരു പപ്പയും. സാരമല്ലടോ, ദൈവം സഹായിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമുക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ. മോളുടെ വാക്ക് തെറ്റിക്കണ്ട. പൈസ നാളെ കൊടുത്താൽ പോരെ? ശരി പാപ്പ. ആദ്യത്തെ ഓപ്പറേഷൻ അങ്ങനെ സക്സസ് ആയി. 5000 രൂപ പുഷ്പം പോലെ പോക്കറ്റ് വീണു. നിങ്ങൾ സമ്മതിച്ചിരിക്കണ്ട. പക്ഷെ പിടിക്കപ്പെട്ട നമ്മളെല്ലാവരും തോന്നും. നമ്മ കട്ടം പിടിച്ചു പറിച്ചതൊന്നുമല്ലല്ലോ, ചോദിച്ചു മേടിച്ചതല്ലേ. പിടിച്ചാലും ഇല്ലേലും കാശ് ഞാൻ ഇനിയും ചോദിക്കും. അവൾ തരുകയും ചെയ്യും. 5000 രൂപയ്ക്ക് നീ അമ്മേനെ സുഖേടേരിയേക്ക്. ഇനി നീ എന്ത് കാരണം പറയാൻ പോണേ? അതൊക്കെ ഉണ്ടടാ. ഒന്ന് നിന്നേ. ഇത്ര ധൃതി പിടിച്ച എവിടേക്കാ? സ്പെഷ്യൽ പാർട്ടിക്ക് പോണതാണോ അതോ കഴിഞ്ഞോ? ഞാൻ പലരെയും കാണും, പലതും ചെയ്യും. നിങ്ങൾക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. അത് ഞങ്ങൾ സഹിച്ചോളാം. മോനെ, കൊച്ചു കൊച്ചു തെറ്റുകളാണ് വലിയ തെറ്റിലേക്കുള്ള വഴികളാവുന്നത്. അത് മറക്കരുത്. മതി, ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. ആരാ? എന്താ? മാല ഉരുടി, അല്ലെ കുന്നളയും ഞാൻ. ഉരുടി വേഗം. അമ്മേ, എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. കുരിശുവരം പ്രാർത്ഥനയില്ല, പിന്നെ എങ്ങനെയാ? ഈയിടെ ഒരു ബാധ കൂടിയുണ്ട്. ബാധയാ? ഒരു കന്യാസ്ത്രീ. ഏത് മഠത്തിൽ നിന്ന് കെട്ടിയെടുത്തതാണാവോ. കണ്ട പിന്നെ ഓരോരോ ചോദ്യങ്ങളാ. എവിടേക്ക് പോയി, എന്തിനു പോയി എന്നൊക്കെ. പോരാഞ്ഞു വളിച്ച കുറേ ഉപദേശങ്ങളും.
അതേതാ കന്യാസ്ത്രീ? ആ എന്തായാലും അവർക്കിട്ടൊരു പണിയാൻ വെച്ചിട്ടുണ്ട്. അവരും ഞങ്ങളെ കൂടി പരിചയപ്പെടുത്തടാ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്തായി സാധനം കിട്ടിയോ? ഒരു രക്ഷയില്ലടാ, ഇന്നത്തെ കാര്യം പോക്കാം. അതൊക്കെ പോട്ടെ, നീലീന എന്ത് പറയുന്നു? ആ അവൾ നമ്മുടെ വഴിക്ക് തന്നെ. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ ഞാൻ അവളോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടേ. പൈസയ്ക്ക് മറ്റന്നാൾ ചെല്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ നാളെ ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലും. അതെന്താ? അത് നാളെ അവളുടെ പപ്പയും മമ്മിയും ഒരു കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അവളും ഞങ്ങളുടെ ലോകം. ഞാൻ അവളുടെ കുറച്ച് ചൂടൻ ചിത്രങ്ങളിടും. അതൊക്കെ റിസ്ക് അല്ലടാ. റിസ്ക് തന്നെ. എന്ത് റിസ്ക്? ഞങ്ങൾ കൂടി ഉണ്ടടാ. റിസ്കോട് കൂടി അവളുടെ വിവിധ പോസ്റ്റിലുള്ള ചിത്രങ്ങൾ ഞാൻ എടുക്കും. പിന്നെ ആ ചിത്രങ്ങളായിരിക്കും നമ്മുടെ ATM. നാശം എവിടെ ചെന്നാലും ഉണ്ടല്ലോ. നിലിന? അരുൺ? അതെ. നാളെ വരാമെന്നല്ലേ പറഞ്ഞേ? പപ്പയും മമ്മയോടെ ഇല്ല. അതിനെന്താ, നാളെ ഞാൻ വരാം. അരുൺ പ്ലീസ് ഇപ്പോൾ പോ, എന്നിട്ട് നാളെ വാ. പിന്നെ അരുൺ ചോദിച്ച പൈസ ഞാൻ പപ്പയുടെ നിന്ന് വാങ്ങിയിട്ടുമില്ല. അത് സാരമില്ല, പൈസ ഞാൻ നാളെ വാങ്ങിച്ചോളാം. വന്ന സ്ഥിതിക്ക് നിലിന വരച്ച ചിത്രങ്ങൾ എനിക്കൊന്ന് കാണാലോ. വേണ്ട അരുൺ, നാളെ വരുമ്പോൾ കണ്ടാ പോരെ. അതെന്താ, എന്നെ പേടിയുണ്ടോ? അതല്ല, ചെയ്യണേ? വാതില് തുറക്ക്. വാതില് തുറന്നില്ലെങ്കിൽ ഞാൻ നിലവിളിച്ച ആൾക്കാരെ കൂട്ടും. അരുൺ വേണ്ട. അരുൺ തൊട്ടുപോകരുത് എന്റെ മോളെ. മകനെ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. നന്നായി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ തരും. അരുൺ എന്തു പറ്റി അരുൺ? എന്താ നീ ആകെ പേടിച്ചല്ലോ? ഈ സിസ്റ്റർ ഞാൻ പലപ്പോഴും കാണാറുള്ള, സംസാരിക്കാറുള്ള സിസ്റ്ററാ. ഇന്നലെയും കൂടി ഞാൻ കണ്ടതാ. എന്ത് വെഡിത്താ നീ പറയണേ? അല്ല നിലിന, സത്യമായിട്ട് ഈ സിസ്റ്ററെ ഞാൻ കാണാറുണ്ട്, എന്നെ ഉപദേശിക്കാറുമുണ്ട്. നിനക്കെന്താ സുബോധം നഷ്ടപ്പെട്ടോ? ഈ സിസ്റ്റർ മരിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞു. അരുണിനിത് ആരാന്നറിയോ? വിശുദ്ധ ദേവപ്രാസമ്മയാ. അതിസമ്പന്നമായ വീട്ടിൽ ജനിച്ചെങ്കിലും പാവങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാവരുടെയും അമ്മ, സഞ്ചരിക്കുന്ന സക്രാരി. നിലിന, നീ എനിക്ക് മാപ്പ് തരണം. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. എൻ്റെ അമ്മയ്ക്ക് യാതൊരു അസുഖമില്ല. ഞങ്ങളിപ്പോൾ വാടക വീട്ടിലും അല്ല താമസിക്കുന്നത്. പണത്തിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ഈ സിസ്റ്റർ എൻ്റെ ബോധം തെളിയിച്ചു.
സാരമില്ല അരുൺ. ഏവുപ്രാസിമ നിന്നോട് ക്ഷമിക്കും. ഏവുപ്രാസിമയുടെ പാത പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധയാവാനാകില്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. നിലിന, ഈ ചിത്രം എനിക്ക് തരുമോ? ഇതെനിക്ക് വേണം. ഞാനിത് പ്രാർത്ഥനാ മുറിയിൽ വെക്കാൻ വരച്ചതാ. എങ്കിലും അരുൺ എടുത്തോളൂ. ആ, ഏതൊരു ആപത്തിൽ നിന്നും ഈ അമ്മ നമ്മളെ കാത്തോളൂ. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ കഷ്ടപ്പാടുകളും മാറും. എൻ്റെ അമ്മേ,